ശ്രീ എം ടി രമേശ്, ബി ജെ പിക്കും വലിയ നേട്ടമാണല്ലോ. എല്ലായിടത്തും ബി ജെ പി പടർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ ഒറ്റകക്ഷിയായിരിക്കുന്നു, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നുമില്ല. ഇപ്പോഴത്തെ തിരുവനന്തപുരത്തും തലസ്ഥാനത്തും ഒരു സ്വതന്ത്രന്റെ പിന്തുണ കിട്ടിയാൽ നിങ്ങൾ ഭരിക്കും. ആ സ്വതന്ത്രന്റെ പിന്തുണ നിങ്ങൾ എങ്ങനെയായാലും നേടിയെടുക്കുകയും ചെയ്യും. ശ്രീ എം ടി രമേശ്, നിങ്ങളുടെ ഈ നേട്ടത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ? കേരളത്തിലെ ഈ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്കും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമുണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഇത്രയും വലിയ ജനവികാരം ഉണ്ടാകുന്നത് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് നാം കാണുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഫലപ്രദമായിട്ട് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് UDF-ന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അതോടൊപ്പം ബി ജെ പിക്ക് സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രതിഫലിപ്പിക്കാനും ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളെല്ലാം, അത് കോഴിക്കോടായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും എറണാകുളമായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഞങ്ങളുടെ നിലവിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് ചില സ്ഥലത്ത് നാമമാത്രമായ വർധനവായിരിക്കാം. തിരുവനന്തപുരത്ത് അതിൻ്റെ അൾട്ടിമേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. പ്രധാനപ്പെട്ട നഗരസഭകളിലൊക്കെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരുപാട് സീറ്റുകൾ എണ്ണം കൂടി, ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ വിജയിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂടി. അപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത്, വിജയസാധ്യതയുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിജയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, ഈ പ്രാവശ്യം കേരളത്തിലെ പ്രത്യേകത, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഓരോ പ്രാദേശിക ഭരണസമിതികളുടെയും അഴിമതിയെക്കുറിച്ച്, പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച്, പ്രാദേശിക ഭരണസമിതിയുടെ വികസനമില്ലായ്മയെക്കുറിച്ച്, പൊതുവെ കേരളത്തിൻ്റെ വികസന തകർച്ചയെക്കുറിച്ച്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എങ്ങനെയാണ് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള ജനങ്ങളെ ഏറ്റവും അടുത്തു ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലുടനീളം ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് സംഘടിതമായിട്ടുള്ള പ്രവർത്തനമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുമ്പോഴും ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ മുന്നണികളെ പതിറ്റാണ്ടുകളായിട്ട് ജയിക്കുകയും ഭരിക്കുകയും ചെയ്ത് പഴക്കവും പാരമ്പര്യമുള്ള വലിയ നേതൃത്വ നിരയാണ് രണ്ട് മുന്നണികൾക്കും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ആ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ മുന്നണികളോട് പ്രാദേശിക തലത്തിൽ എതിരിട്ട് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ആസൂത്രിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിച്ചതുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. പാലക്കാട് നിങ്ങൾ തുടർ ഭരണം ആഗ്രഹിക്കുമ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച. അവിടെ അപ്പോൾ കോൺഗ്രസിൽ നിന്നും ചില മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു കാര്യം, BJP അകറ്റാൻ LDF-ഉമായി അല്ലെങ്കിൽ നമുക്ക് കൈകോർക്കേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണം വരുന്നു. എത്രത്തോളം CPM അതിൽ തയ്യാറാകുമെന്നറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ BJP എങ്ങനെ കാണുന്നു? അത് വെറും സാങ്കേതികം മാത്രമാണല്ലോ. കാരണം പാലക്കാട്ട് ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? ഞങ്ങൾക്ക് കുറവുണ്ട് എന്ന് പറയുന്ന 2 സീറ്റിൻ്റെ കുറവാണ്. പാലക്കാട്ട് ജനങ്ങൾ ആഗ്രഹിച്ചത് BJP-യുടെ ഭരണം നിലനിൽക്കണമെന്നുള്ളതാണ്. അവിടുത്തെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള UDF ഞങ്ങളെക്കാൾ ബഹുദൂരം പിറകിലാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ പാലക്കാട് BJP ഭരിക്കും. കോൺഗ്രസിനെ അല്ലല്ലോ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ചത് പാലക്കാട്ട് ഞങ്ങൾ ഭരിക്കണമെന്നാണ്, തൃപ്പൂണിത്തുറ ഞങ്ങൾ ഭരിക്കണമെന്നാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ ഓൾറെഡി അവിശുദ്ധ സഖ്യം പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള പല വാർഡിലും ഞങ്ങൾ തോറ്റുപോയിട്ടുള്ളത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ഇവർ രാഷ്ട്രീയമായിട്ടുള്ള സത്യസന്ധത കാണിച്ചുകൊണ്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ BJP-ക്ക് ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ടാകുമായിരുന്നു.
അപ്പം ഓൾറെഡി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും അത് ചെയ്യാൻ UDF-ഉം കോൺഗ്രസും CPI-എമ്മും ശ്രമിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ആ അവിശുദ്ധ സഖ്യത്തെ തിരിച്ചറിയാനൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.